കുട്ടിയുടെ വാപ്പയും ഉമ്മയൊക്കെ അവർ നിരപരാധികളാണ്. നേരത്തെ ആരോ സംസാരിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഈ മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സംഭവം അത് തന്നെ ആയിരിക്കും. കാരണം കുറച്ച് മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്, ഇവരൊന്നും തലേ തട്ടടാതെ പോകുന്നു. അന്നപ്പോൾ ഇങ്ങനെ സുലൈമാനി പിടിച്ച് വേറെ പണിയൊന്നും ഇല്ലായിരിക്കും നമ്മളെ ചില ആളുകളുണ്ടല്ലോ, അവർ നോക്കുമ്പോൾ ഗാസയിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നു, മുസ്ലിം രാജ്യമായ സിറിയയിൽ നമ്മളൊരു വിഭാഗം പീഡിപ്പിക്കപ്പെടുന്നു. അങ്ങനെ നമ്മൾ മൊത്തം അങ്ങനെ മോഡിയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരെ എങ്ങനെ പീഡിപ്പിക്കാമെന്ന് ആലോചിക്കുന്നു. അങ്ങനെയൊക്കെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അങ്ങനെ നമ്മൾ വിടില്ല എന്ന രീതിയിൽ അവർ ആലോചിക്കുകയും ഈ ഓരോ പാരൻസിനെ പിരികയറ്റാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അസംഷനാണ് ഈ കമ്മ്യൂണിറ്റിയിലെ കാര്യങ്ങൾ ഏതാണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നത് ധാരണ ഉള്ളതുകൊണ്ട് അങ്ങനെ പിരികയറ്റാൻ തുടങ്ങിയ സമയത്ത് ആദ്യം ഈ പല പാരൻസും വീണില്ല. ഈ ആ മനുഷ്യ അവസാനം ഇതിൽ വല്ല ശരിയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ആക്ട് ചെയ്തതാണ്. അദ്ദേഹത്തെ പെട്ടെന്ന് ആ തീരുമാനം പിൻവലിക്കാൻ കാരണം അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമല്ല, അത് അദ്ദേഹത്തിൻ്റെ മേലെ ആരോ സമ്മർദ്ദം ചെലുത്തി ചെയ്ത ഒരു തീരുമാനമായതുകൊണ്ടും ആ കുട്ടിയുടെ ഭാവിയെ വിചാരിച്ചും കൊണ്ടാണ്. ഇതിൽ കിടക്കുന്ന